അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ നോമ്പ് തുറയുടെ വിശേഷങ്ങളാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ നല്ലൊരു തണ്ണിമത്തൻ്റെ ജ്യൂസൊക്കെ ഉണ്ടാക്കണ്ട കേട്ടോ. അപ്പോൾ അത് നല്ല രസമാട്ടോ. അങ്ങനെ ഉണ്ടാക്കിയ റൂഹബ്സൊക്കെ വെച്ചിട്ട്. റൂഹബ്സ എന്ന് പറഞ്ഞാൽ ഒരു പാലിലടിച്ചു കുടിക്കുന്ന ഒരു സ്ക്വാഷ് പോലത്തെ ഒരു സാധനം കേട്ടോ. ലുലുവിലൊക്കെ കിട്ടും. പിന്നെ അത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് തണ്ണിമത്തൻ, പാല്, മിൽക്ക് മെയ്ഡൊക്കെ വെച്ചിട്ട് നല്ലൊരു നമ്മുടെ നോമ്പ് തുറക്ക് പറ്റിയൊരു വിഭവം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയൊക്കെ നോക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഒരുപാട് എണ്ണപ്പലഹാരങ്ങളൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. നമ്മൾ ബിരിയാണിയാണ് ഇന്നലെ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ പിള്ളേർക്ക് അതിഷ്ടം, അത് മതിയെന്ന് പറയും. പിന്നെ വേറെ കടികളൊന്നും വേണ്ടല്ലോ, ഫ്രൂട്ട്സ്, ജ്യൂസ് അങ്ങനെയൊക്കെ മതിയല്ലോ. അപ്പോൾ അതിനൊക്കെ കുഴിക്കാൻ പറ്റിയതാണ് ഇങ്ങനെയുള്ള തണ്ണിമത്തനെ കരിഞ്ഞിട്ടിട്ട് ഇങ്ങനെ കടിക്കുകയാണെങ്കിൽ നമുക്ക് നിസ്കരിച്ച് വരുമ്പോൾ പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പം അത്രയും നേരം നല്ല ഒരു അത് കുടിക്കുമ്പോൾ തന്നെ നല്ലൊരു റിലാക്സ് ആയിട്ടിരിക്കും. നല്ല ശരീരമൊക്കെ നല്ലോണേ ഒന്ന് തണുത്ത പോലെ ഇരിക്കും. പിന്നെ ഞാനൊരു വെറൈറ്റി ആയിട്ട് ഒരു ഹെൽത്തി ആയിട്ടൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചെമ്പരത്തി പൂ ഇട്ടിട്ട് ചായ, ചെമ്പരത്തിയുടെ പൂവ് വെച്ചിട്ട് ചായ തിളപ്പിക്കുമ്പോൾ അത് തിളപ്പിച്ചിട്ട് അതിലേക്ക് ചായ എന്ന് പറയാൻ പറ്റില്ല, തേയിലയൊന്നും ഇടുന്നില്ല. ചെമ്പരത്തി പൂവ് തിളപ്പിച്ച് അതിലേക്ക് ചെറുനാരങ്ങയൊക്കെ വെച്ച് നമ്മളത് കുടിക്കുകയാണെങ്കിൽ വളരെയധികം നല്ല കേട്ടോ. നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ചെമ്പരത്തി പൂവിന്. ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ അത്. അപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ പ്രതിരോധശേഷിയൊക്കെ കൂട്ടാനായിട്ട് വളരെയധികം നല്ലതാണ് കേട്ടോ. ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളും മഞ്ഞപ്പിത്തമൊക്കെയാണല്ലോ ഇപ്പം. അപ്പോൾ അതൊന്നും ഇല്ലാതെ അങ്ങനെയൊക്കെ ഒരുപാട് പ്രതിരോധശേഷി കിട്ടാനൊക്കെ വളരെയധികം നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കും കൂടി അങ്ങനെ കുടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ അതുപോലെ ഒരു ലെമൺ ടീ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ലെമൺ ടീയും വളരെയധികം നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ അതുപോലെ ഇനി മൂന്നാമത്തെ ദിവസവും അതുപോലെ തന്നെ കേട്ടോ. ഇന്ന് പിറ്റേ ദിവസമാണ് വോയിസ് ഓവർ കൊടുക്കണം, അതുകൊണ്ടാണ് കേട്ടോ. എല്ലാ ദിവസവും ഞാൻ അതുപോലെ ഓരോന്ന് ഉൾപ്പെടുത്തണമെന്ന്, ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് ഉൾപ്പെടുത്തണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കണ്ടിട്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ബിരിയാണി കേട്ടോ വെക്കാൻ പോണത്. അപ്പോൾ ഇന്ന് ബിരിയാണിക്ക് ഞാൻ കുറച്ച് ചിക്കനൊക്കെ എടുത്തിട്ട് മസാലയൊക്കെ പുരട്ടി വെക്കാം കേട്ടോ. ഒരു 10-15 മിനിറ്റ് അങ്ങനെ ഒന്ന് പിടിച്ചാലാണല്ലോ ആ ഇറച്ചിക്കൊരു ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അത് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെക്കാമെന്ന് ഓർത്തിട്ടാ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജിബ്രൂന് ഒരു കഷ്ണം ഇറച്ചി എത്തിയാൻ അവിടെ ചെറിയൊരു പാത്രത്തിൽ വേവിക്കാനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ജിബ്രൂനാണ്. ജിബ്രൂന് ഇവിടെ ചിക്കൻ്റെയൊക്കെ മണം കേൾക്കുമ്പോൾ ഇച്ചിരി കിട്ടിയില്ലെങ്കിൽ ഭയങ്കര വിഷമമാണല്ലോ. കുറച്ച് മതി കേട്ടോ എനിക്ക്. അപ്പോൾ ഇതൊക്കെ ഒന്ന്, അപ്പോൾ ഇന്ന് ഞാൻ കടികളൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. കടികളൊന്നും ഉണ്ടാക്കണില്ല എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് ബിരിയാണി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സ്പെഷ്യലായിട്ടൊരു ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ടീ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഒരു ഹെൽത്തി ഡ്രിങ്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഈ നോമ്പ് കാലത്തും ഈ ചൂട് കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ഡ്രിങ്ക്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇറച്ചിയൊക്കെ മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ഫ്രൈ ആക്കാനായിട്ട് ഇടാണ് കേട്ടോ. അപ്പോൾ ബിരിയാണി വെക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഫ്രൈ ആക്കി വെക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അതിന്. അല്ലാതെ നമ്മൾ എങ്ങനെ പച്ചക്ക് വെച്ചാലും അത്ര ടേസ്റ്റ് കിട്ടില്ല. ആ മസാലക്കും ഒന്നൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ പിന്നെ ബിരിയാണിക്ക് വേറെ ഒന്നും വേണ്ട, അത്ര നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. കാരണം നോമ്പ് സമയമല്ലേ, പിന്നെ നമുക്ക് നാളത്തേക്ക് അങ്ങനെയൊന്നും വേണ്ടല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ച് ഉണ്ടാക്കണുള്ളൂ കേട്ടോ. കുറച്ച് ചിക്കനാണ് എൻ്റെ കയ്യിലുള്ളൂ താനും കേട്ടോ. അപ്പോൾ അത് വെച്ച് ഞാൻ ഉണ്ടാക്കുകയാണ്. പിന്നെ അപ്പോൾ അത് കാരണം കുറച്ച് ഉണ്ടാക്കുമ്പോൾ വറുത്തൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അത് വറുക്കാൻ വേണ്ടി ഇട്ടു. പിന്നെ ഞാൻ സവാളയൊക്കെ ചോപ്പ് ചെയ്യാനായിട്ട് ചോപ്പറിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് മസാലയും കൂടി ആക്കാം. സത്യത്തിൽ ശരിക്കും ബിരിയാണി വെക്കാൻ നിൽക്കണ്ടെങ്കിലും അരി ഇല്ല കേട്ടോ. അരി വന്നിട്ട് വേണം. നീയാ പോയിട്ടുള്ളൂ കേട്ടോ അരി വാങ്ങിക്കാനായിട്ട്. അപ്പോൾ പകൽ ഞാൻ ലിസ്റ്റൊക്കെ ഇട്ട് വെച്ചെങ്കിലും പിന്നെ എനിക്ക് പോകാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ വെയിലത്ത് നോമ്പും പിടിച്ചിട്ട് നടന്ന് പോകണ്ടേ, അല്ലെങ്കിൽ പിന്നെ ഓട്ടോ ഒക്കെ വിളിച്ച് പോകണം. നിസാക്കാണെങ്കിൽ പരീക്ഷയാണ്. അപ്പോൾ പിന്നെ നിസാനെയും കിട്ടില്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകണം. അപ്പോൾ അത് കാരണം എനിക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ. അത് ഞാനോർത്ത് നീയ വരട്ടേന്ന് വിചാരിച്ച് ഞാൻ നിൽക്കായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ബിരിയാണി അപ്പോൾ അത് കാരണം അരിയൊക്കെ എത്തണുള്ളൂ കേട്ടോ. അപ്പോൾക്കും വേഗം ഇതൊന്നും പൊരിച്ചൊക്കെ വെക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അങ്ങനെ അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അപ്പോൾ നമ്മൾക്ക് ഞാൻ വേഗം സവാളയും ഉള്ളിയൊക്കെ ചോപ്പ് ചെയ്ത് അതും കൂടി അപ്പുറത്തേക്കിട്ട് വഴറ്റിയൊക്കെ വെക്കണതാണ് കേട്ടോ.
അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ ഇപ്പം നീ അപ്പോൾ കോളേജ് ഇട്ട് വന്നിട്ടുള്ളൂ കേട്ടോ. വന്ന് ഒരു 10 മിനിറ്റ് എനിക്ക് ഇരിക്കണ്ടേ, നല്ല വെയിലല്ലേ, നോമ്പൊക്കെ പിടിച്ചാണല്ലോ പോണേ. അപ്പോൾ അങ്ങനെ ഇരുന്ന് അവൻ പോയിട്ടുണ്ട് വാങ്ങിക്കാനായിട്ടോ. അപ്പോൾ സവാളയൊക്കെ വാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ചോപ്പർ ഉള്ളത് കൊണ്ട് തന്നെ നല്ല സുഖമാട്ടോ നമുക്ക് കട്ട്ലേറ്റിനും ഒക്കെ ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കാനായിട്ട് നല്ല ഒരു സുഖമാണ് കേട്ടോ ഇതിന്. ഇത് പണ്ടേ എനിക്ക് ഉള്ളതാട്ടോ. ആദ്യം വേറൊരു ടൈപ്പ് ആയിരുന്നു, അത് പോയി കഴിഞ്ഞ് വീണ്ടും ഞാൻ ഇങ്ങനത്തെ വാങ്ങിച്ചു കേട്ടോ. നല്ലൊരു ഉപകാരമുള്ളൊരു ചോപ്പറാട്ടോ. കച്ചമ്പറ് ഉണ്ടാക്കാൻ പോട്ടെ. കച്ചമ്പറിനാണ് ഇഷ്ടമുള്ള ഏതാണ് കഴിഞ്ഞാൽ അത് മൊത്തം അവർക്കറിയാം. അങ്ങനെ ഇറച്ചി വെച്ചിട്ട് ആ വെളിച്ചെണ്ണ തന്ന സവാള വാട്ടാന്ന് വിചാരിച്ചിട്ട് സമയമില്ല, സമയം വെറുതെ പോകും. അഞ്ചിന് പെട്ടെന്നാണ്. അതെന്താണോ ആ നീയ വന്നിട്ട് വേണം ആ സാധനങ്ങൾ വാങ്ങിക്കാൻ. സാധനങ്ങൾ വാങ്ങിക്കാൻ പോയില്ല, അത് കാരണം നീയ കോളേജിൽ വന്നിട്ടാണ് സാധനങ്ങൾ. പിന്നെ നമുക്ക് പകുതിയിൽ പോകാനായിട്ട് മതി. ഓട്ടോ വിളിച്ച് പോകാം. കണ്ണേരിയാണ് സവാള കഴിയുമ്പോൾ കണ്ണേരിഞ്ഞാൽ നന്നായി പൊടി കൂടിനാണ്. ഒരുപാട് മുരിയുണ്ടാക്കാം. അത് കരയാ. അവർക്ക് ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ കുറച്ച് കേട്ടോ. അപ്പവും ചിക്കൻ കറിയൊക്കെ വെക്കാൻ നോക്കിയിട്ട് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. ബിരിയാണി ഉണ്ടെങ്കിൽ ഒന്നും മതി, വേറെ ഒന്നും വേണ്ടാന്ന് പിന്നെ കച്ചമ്പറാണ്. പിന്നെ ജ്യൂസ് മതിയല്ലോ, എന്നാൽ പിന്നെ അത് മതി നോക്കി. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. തക്കാളിയൊക്കെ ഇടാം കേട്ടോ മസാലയിലേക്ക്. നിസാമോളപ്പോഴേക്കും അവിടെ തണ്ണിമത്തനൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചെറിയ തണ്ണിമത്തൻ ചെറിയ ചെറിയ പീസാക്കി അരിയണം, കാരണം നമുക്കൊരു നല്ലൊരു ഡ്രിങ്ക് ഉണ്ടാക്കണ്ട കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ അത്, കാണിച്ചു തരാം കേട്ടോ. ചില സ്ഥലത്ത് തണ്ണിമത്തൻ എന്ന് പറയും, ചില സ്ഥലത്ത് വത്തയ്ക്കാന്ന് പറയും. നമ്മളിവിടെയൊക്കെ തണ്ണിമത്തൻ എന്നാണ് പറയണേ, അതുകൊണ്ട് അങ്ങനെ പറയണേ കേട്ടോ. മലപ്പുറം ഭാഗത്തേക്കൊക്കെ വത്തയ്ക്കാന്നല്ലേ പറയണേ, അങ്ങനെയല്ലേ, അങ്ങനെയാണ് കേട്ടോ പറയണേ. അപ്പോൾ ഉമ്മായും നിയായും ഒക്കെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ.
ജിബ്രൂട്ടൻ ഇതിൻ്റെ ഇടയിൽ കൂടി താഴെ കൂടി ഇങ്ങനെ നടപ്പുണ്ടാവും, ഞങ്ങളുടെ പിറകെ നടക്കും ജിബ്രൂട്ടൻ. ഇച്ചിരി ഇറച്ചിയൊക്കെ മണമൊക്കെ കേൾക്കുമ്പോൾ ഇറച്ചിയൊക്കെ കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ കൂടുന്നതാണ്. ആനിസാമൾ ഓറഞ്ചൊക്കെ തൊലി കളഞ്ഞ് അതൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ചെമ്പരത്തിപ്പൂ, നിങ്ങൾ വിചാരിക്കണ്ടാവുമല്ലോ ഇതെന്താ ചെമ്പരത്തിപ്പൂവൊക്കെ എടുത്ത് നിൽക്കണേന്ന്. ചെമ്പരത്തിപ്പൂ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് ചെമ്പരത്തിപ്പൂവിൻ്റെ ഇല മാത്രം, ആ പൂ മാത്രമായിട്ട് എടുക്കുന്നത്. അതിൻ്റെ ആ ഒരു കൂമ്പൊക്കെ ഇല്ലേ അതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് അതിൻ്റെ ആ ഇതളുകൾ ഇങ്ങനെ അടർത്തി എടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് നമ്മളുടെ വെള്ളത്തിലേക്കിട്ട് തിളപ്പിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചെറുനാരങ്ങയുടെ നീരും ഒക്കെ ഒഴിച്ചിട്ട് നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. ഒന്ന് കഴുകിയെടുക്കുക. ഇതൊരു ഹെൽത്തി ഡ്രിങ്കാണ് കേട്ടോ. നമുക്ക് ശരീരത്തിനൊക്കെ വളരെയധികം നല്ല ഉന്മേഷം ലഭിക്കാനും ഒക്കെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കേട്ടോ ഈ ചെമ്പരത്തിയുടെ ഈ പൂവിന്. എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും, എല്ലാവരും സ്ഥിരമായിട്ട് ഇപ്പോൾ എല്ലാവരും കുടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഡ്രിങ്ക് തന്നെയാണ് ഈ ചെമ്പരത്തി പൂവിൻ്റെ ഇത് കേട്ടോ. നല്ല വണ്ണം കുറയാനും ഒരുപാട് പ്രതിരോധ ശേഷിക്കൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇതാ ചെറുനാരങ്ങയുടെ നീര് കുറച്ച് ഒഴിക്കണം കേട്ടോ, എന്നാലാണ് അതിനൊരു ടേസ്റ്റ് കിട്ടുക. എന്നിട്ട് ടേസ്റ്റും കിട്ടും, ചെറുനാരങ്ങ ഒഴിക്കുമ്പോൾ നല്ലതും കേട്ടോ. അങ്ങനെ അപ്പോൾ അത് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനത് കപ്പിലേക്ക് ഒഴിക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ തണ്ണിമത്തൻ ഇവിടെ മുറിച്ചൊക്കെ എടുക്കുന്നുണ്ട്. തണ്ണിമത്തൻ മുറിച്ചൊക്കെ എടുത്ത് ചെറിയ പീസുകളാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാലിലേക്ക് റൂഹ് അഫ്സ എന്ന് പറഞ്ഞ ഒരു ഡ്രിങ്ക് ആട്ടോ. അത് ഈ സ്ക്വാഷ് പോലത്തെ ഒരു ഇതാട്ടോ. അത് ലുലു മാളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അത് കുറച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് ഒന്നും ഒഴിക്കേണ്ട കേട്ടോ. അപ്പോൾ ഇതൊരു സ്ട്രോബെറിയുടെയൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുത്തതാണ്. അതുപോലെ നല്ലൊരു കളറും കിട്ടും, നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. അത് സെറ്റാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മധുരം വേണമെങ്കിൽ മധുരം ഇടാം, അല്ലെങ്കിൽ നമുക്ക് മിൽക്ക് മെയ്ഡ് ഇടാം കേട്ടോ. മിൽക്ക് മെയ്ഡ് കുറച്ച് ഞാൻ മിൽക്ക് മെയ്ഡ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് മധുരം കൂടി ഇട്ട് കൊടുത്ത്, നമ്മൾ ഐസ് ഇടുമ്പോൾ കുറച്ച് മധുരം വേണമല്ലോ, അല്ലെങ്കിൽ ഒട്ടും മധുരമില്ലാത്ത പോലെ തോന്നും. അതുകൊണ്ട് പഞ്ചസാര ഒഴിവാക്കുന്നവർക്ക് ഒഴിവാക്കാം കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് സബ്ജാ സീഡ് കുറച്ച് ഞാൻ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ബിരിയാണിയൊക്കെ ഇവിടെ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മല്ലിയില പുതിനയിലേക്ക് ഇട്ട് എല്ലാം സെറ്റാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചുണ്ടാക്കുമ്പോൾ അങ്ങനെയാണല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇതാട്ടോ ചെമ്പരത്തി പൂവിൻ്റെ ഹെൽത്തി ഡ്രിങ്ക് ഇതാട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ലതാണ് ശരീരത്തിനൊക്കെ. അപ്പോൾ എല്ലാവരും ഉണ്ടെങ്കിലൊക്കെ ഒന്ന് വീട്ടിലേക്ക് ഉണ്ടെങ്കിലൊക്കെ അടുത്തൊക്കെ കിട്ടുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നമ്മൾ നോമ്പ് തുറയൊക്കെയാണ് കാരക്കയും ജ്യൂസും ഇതൊക്കെ വെച്ചിട്ട് നോമ്പ് തുറക്കാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബിരിയാണി ഫുഡൊക്കെ കഴിക്കും കേട്ടോ.
നമ്മളിനി ഫുഡ് കഴിക്കുകയാണ്. രാത്രി നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒക്കെ വന്നാട്ടോ. മഗ്‌രിബ് നിസ്കാരം കേട്ടോ. മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ ഇരുന്ന് തറാബിയൊക്കെ നിസ്കരിച്ചതും അങ്ങനെയൊക്കെ കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ പ്രാവശ്യം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ അടുക്കളയിലേക്ക് വരുമ്പോൾ ഭയങ്കര പാടാട്ടെ. എല്ലാം ഇങ്ങനെ പിന്നെ എടുക്കണമല്ലോ എന്ന് ഓർത്താൻ പറ്റിയത്. സവാള മാത്രം മതിയല്ലോ. അപ്പോൾ ഞാൻ രാത്രിയായപ്പോൾ ഇച്ചിരി വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നാക്കി അതൊക്കെ പേസ്റ്റാക്കി ഇതുപോലെ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ അങ്ങോട്ട് ആക്കി വെക്കുകയാണെങ്കിൽ പിന്നെ എന്ത് എളുപ്പമാണെന്നോ. നമുക്ക് കട്ട്ലേറ്റിനാണെങ്കിലും എന്തിനാണെങ്കിലും ഒക്കെ എല്ലാത്തിനും വേണമല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാം സെറ്റാക്കി ഇങ്ങനെ വെക്കാം കേട്ടോ. വെച്ച് രണ്ട് പാത്രത്തിലേക്കാണ് ഫ്രീസറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാവിലെ എടുത്ത് അതൊന്ന് അടർത്തിയൊക്കെ എടുക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടി കേട്ടോ. അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ട് പിന്നെ ഇതുപോലെ ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. വരയിട്ട് ഇങ്ങനെ പതുക്കെ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്താലാണ് നമുക്കത് രാവിലെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ പീസാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രത്തിലും പിന്നെ ഈ പാത്രത്തിൽ കുറച്ച് അങ്ങനെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതങ്ങനെയാക്കി റെഡിയാക്കി ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് അടുക്കളയിലേക്ക് കയറുമ്പോൾ നമ്മൾ എന്തായാലും ആ ഒരു സമയമാകുമ്പോൾ ഭയങ്കര തിരക്കും ധൃതിയൊക്കെ ആവും. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് തന്നെ സവാള അരിയുക. ഇതുണ്ടെങ്കിൽ വേഗം ഒരു കഷ്ണം എടുത്തിട്ട് നമുക്ക് വേഗം പച്ചമുളക് ഇട്ട് റെഡിയാക്കാം. ഇനി ഇത് ഫ്രീസറിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. പിറ്റേ ദിവസമാണ് ഇത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ലോണം ഉറച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു ഇതിങ്ങനെ പീസാക്കി എടുക്കണമല്ലോ. എന്നിട്ട് നമുക്കൊരു ബോക്സിലോ എന്തെങ്കിലും ഒരു കവറിലോ എന്തെങ്കിലും ആക്കി വെക്കണം. എന്നിട്ട് ഇപ്പോൾ ഇതെൻ്റെ കയ്യിൽ ക്യാമറ ഇരിക്കണോണ്ടാണ് കേട്ടോ എനിക്കത് കുത്തിയെടുക്കാനായിട്ട് പറ്റുന്നില്ല, നിങ്ങൾ കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഒന്ന് മെൽറ്റ് ആവണം. അപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് മെൽറ്റ് ആയിക്കോളും. ഇതേ കണ്ട ഇതുപോലെ അടർത്തി എടുക്കണം. അപ്പോൾ ഇതുപോലെ അടർത്തി വെച്ച് കഴിഞ്ഞാൽ ഓരോ പീസ് ഇടാം. അങ്ങനെ ഞാൻ എല്ലാം ഇതുപോലെ പീസാക്കി എടുക്കാം കേട്ടോ. നല്ലോണം ഉറച്ചിട്ടിരുന്നു കേട്ടോ. ഇപ്പം എല്ലാം ഞാൻ ഇതുപോലെ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു കവറിലേക്ക് ഞാൻ ഇത് മാറ്റാൻ വേണ്ടി പോവാം കേട്ടോ. ഇതെല്ലാം ഈ കവറിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പം ഞാൻ ഇത് ഇങ്ങനെ കവറിലാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതാവുമ്പോൾ നമുക്ക് കവറിൽ നിന്ന് എടുക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ. ഇത് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കാൻ വേണം കേട്ടോ. ഫ്രിഡ്ജിലേക്കൊന്നും മാറ്റരുത്, ഫ്രീസറിൽ തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നോമ്പ് ഇപ്പോൾ 30 ദിവസത്തേക്ക് ഉണ്ടാവുമെന്ന് അറിയില്ല. അങ്ങനെ ഫ്രീസറിൽ ഒരു സൈഡിൽ അതും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ.